നേരം വെളുത്തു. ഗോപാല, 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 ഇതെന്തൊരു ഉറക്കമാ? നീ വന്നിട്ട് എന്താ വിളിക്കാഞ്ഞത്? രാത്രി തന്നെ പോണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. രാത്രിയിൽ അങ്ങനെ പോവാനാ? വഴിയിലൊക്കെ ആന. വേഗം പറഞ്ഞോ. വാ കേറ്. പുറപ്പെട്ടു കഴിഞ്ഞു. മാനേജറും കൊച്ചുമ്മ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞു വരാൻ തോന്നുന്നു. അതെല്ലാം വലിയവരുടെ കാര്യങ്ങളല്ലേ, നമ്മളെന്തിനാ നോക്കണേ? നടക്കട്ടെ നടക്കട്ടെ. എന്താ ഗോപാല, അതിരാവിലെ കൊച്ചുമ്മ മാനേജറെ കൂട്ടി എവിടെന്നാ വന്നത്? ഒന്നും പറയണ്ട എന്റെ മേസ്ത്രി. ഇന്നലെ രാത്രി ഒരു പോറ കണ്ണടയ്ക്കാൻ പറ്റില്ല. വഴിയിൽ വെച്ച് കാറും ബ്രേക്ക് ഡൗണായി. എന്നിട്ട് കൊച്ചുമ്മ മാനേജറും വഴിയിലാണോ കിടന്നത്? 14 മൈൽ ടിവിയിൽ ഒറ്റ റൂമേ അവർക്ക് കിട്ടുള്ളൂ. ഞാൻ കോഴിക്കോട് പോയി മെക്കാനിക്കിനെയും കൂട്ടി വണ്ടി റെഡിയാക്കി വന്നപ്പോഴേക്കും അപ്പോ അവിടെ വരെ എത്തി. വാസുവേ, ഗോപാലൊരു 100 കൂടി. എനിക്ക് വേണ്ട. നീ കുടിക്കണം. നീ കേറിയില്ലെങ്കിൽ ഞാൻ കേറ്റു. അത് മതി, അത് മതി, അത് മതി. ഞാൻ കേറ്റു. അത് മതി, അത് മതി. ഞാൻ കേട്ടത് പറയുന്നേ ഉള്ളു. കല്യാണം കഴിച്ചു കൊടുക്കാൻ പ്രായമായ ഒരു പെങ്കൊച്ചുള്ളപ്പോ കൊച്ചമ്മ ഇങ്ങനെ നടന്നാൽ നാട്ടുകാരെന്ത് പറയും? ആ കുട്ടിക്ക് എന്ത് പറ്റി? കഴിഞ്ഞ മാസം കൂടി ആ കുട്ടിയുടെ അച്ഛനൊന്ന് എത്ര നിർബന്ധിച്ചതാ. അത് കൊള്ളാം. കല്യാണം വേണ്ടെന്ന് പറയുന്നത് ചിലപ്പോ ഇങ്ങനെയൊക്കെ കഴിയാനായിരിക്കും. എന്തായാലും മാനേജറും കൊച്ചമ്മയും തമ്മിലുള്ള ബന്ധം കമ്പനിക്ക് നല്ലതല്ലെന്നുള്ള കാര്യം സാഹിബിനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. ഞാൻ പറഞ്ഞു പറയല്ലേ. എന്നാ ഞാൻ ഇവിടെ ഇറങ്ങിക്കോട്ടെ. ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവളാണ് ഞാൻ. ഇല്ലാത്തത് പറഞ്ഞാൽ ഞാൻ എങ്ങനെ സഹിക്കും? എന്താ അച്ഛാ തെളിച്ചു പറയൂ കാർത്തിയനിയമ്മേ. കൊച്ചമ്മയും മാനേജരെയും ചേർത്ത് നാട്ടുകാർ പലതും പറയുന്നെന്ന് നാണുമേശ്വരിയാ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ആർക്ക് എന്ത് ലാഭം? ലാഭം മാനേജർ സാറിന് തന്നെ. അയാള് തന്നെ ആയിരിക്കും ഇതൊക്കെ പരത്തുന്നത്. ഇവരെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല കൊച്ചമ്മ. അല്ല, ഇത് എന്താ കുട്ടി പുറത്തിരിക്കുന്നത്? മഞ്ഞു വീഴാറായല്ലോ. ഓ, വെറുതെ ഇരുന്നതാ. സാഹിബ് ഇരിക്കും. ഗോപാല, ഒരു കസാലയ്ക്ക് കൊണ്ടുവാ. ഞാൻ വന്നത് ഒരു കാര്യം പറയാനാണ്. നമ്മുടെ ഉണ്ണിക്ക് ഒരു പ്രപ്പോസൽ ഉണ്ട്. കുട്ടിയെ നേരിട്ട് കണ്ട് കാര്യം പറയാമെന്ന് കരുതി. ഇത്ര ചെറുപ്പത്തിലേ വേണോ കല്യാണം? അവളുടെ ഉമ്മയുടെ ആഗ്രഹമല്ലേ, നടക്കട്ടെ. പയ്യൻ ഗ്രാജുവേറ്റ് ആണ്, പക്ഷെ ജോലിയൊന്നും ആയിട്ടില്ല. ഇരിക്കൂട്ടി. മെഹറിനും രാഗിമോക്കും ഒരേ പ്രായ. അതെ അതെ, രാഗിമോളുടെ വയസ്സും മെഹറിന്റെ പ്രായം ഒന്നാ. അതെ. രാഗിമോടെ കാര്യം ആലോചിക്കുന്നതിന് മുൻപ് മറ്റൊരു കാര്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു. എന്ത് കാര്യം? അല്ല, അന്ന് ടിവിയിൽ താമസിച്ചതിനെ കുറിച്ച് ആളുകൾ പലതും പറയുന്നു. ഞാനും കേട്ടു. പക്ഷേ ആരെന്ത് പാടി നടന്നാലും സത്യം എന്തെന്ന് ദൈവത്തിനറിയാം. ഈശ്വര, ഇതെങ്ങാനും എന്റെ മോള് കേട്ടാൽ. മോളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ആരാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്കറിയാം. ഈശ്വര, ഞാൻ സ്വപ്നത്തിൽ പോലും
ഇങ്ങനൊന്നും കരുതിയതല്ല. കുട്ടിയെ എനിക്കറിയില്ലേ. ടേക്ക് ഇറ്റ് ഈസി. എന്താ മാഡം എന്നെ വിളിപ്പിച്ചത്? നിങ്ങൾ കുറെ കൂടി മാന്യമായി പെരുമാറുമെന്ന് ഞാൻ കരുതി. എന്താ ഉണ്ടായത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ മാഡം. അന്ന് ടിവിയിൽ തങ്ങേണ്ടി വന്നതിനെ പറ്റി നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു പരത്തുമെന്ന് ഞാൻ കരുതിയില്ല. അത്രയ്ക്ക് കൊള്ളരുതാത്തവനായിട്ടാണോ മാഡം എന്നെ കരുതുന്നത്? ശരി, ഇനി അങ്ങനെ ഉണ്ടാവില്ല. എന്നോട് ക്ഷമിക്കണം. ഞാൻ പോകുന്നു. ആ, ഗോപാലനോ? കൊച്ചമ്മ കാറിലുണ്ട്. മാഡം, അകത്തേക്ക് വരാം. ഇരിക്കും. ഇരിക്കുന്നില്ല. മാഡം വന്നത് എന്താ ഇത് സുരേന്ദ്രൻ, ഈ രാജിക്കത്തിന്റെ അർത്ഥം? തെറ്റിദ്ധരിക്കപ്പെടാവുന്ന ഒരു പരിതസ്ഥിതിയിൽ ഇനിയും ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. എല്ലാം എന്റെ തെറ്റിദ്ധാരണയായിരുന്നുവെന്ന് എനിക്ക് മനസ്സിലായി. എന്നോട് ക്ഷമിക്കൂ. സുരേന്ദ്രൻ പോകരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ പോകുന്നു. ദേവി, എന്റെ കാലിടറാനിടയാക്കരുതേ. എന്റെ അമ്മേ, എനിക്ക് ശക്തി നൽകണേ. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മാഡം, മാഡം. വിളിക്കുമ്പോൾ കേട്ടില്ലെന്ന് അടിച്ചു പോകുന്നത് ശരിയല്ല. പതിവില്ലാതെ ഈ വഴിക്കൊക്കെ 1-ാം തീയതിയല്ലേ അമ്പലത്തിൽ പോയതാ. എന്താ ചിരിച്ചത്? ദൈവത്തേക്കാൾ പ്രാധാന്യം 1-ാം തീയതിക്കാണല്ലോ എന്ന് ആലോചിച്ചിരിച്ചതാ. ഓരോരുത്തരുടെ വിശ്വാസമല്ലേ. കളിയാക്കിയതല്ല, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പോട്ടെ. ശരി. പാവം, നല്ല മനുഷ്യൻ.